السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. ആദരണീയരായ വേദിയിലെ ബഹുമാന്യ അധ്യക്ഷൻ, കാരണവന്മാരെ, പണ്ഡിതന്മാരെ, പരിശുദ്ധ റമദാനിലെ ദീനി വിജ്ഞാന സദസ്സിൽ വളരെ നല്ല നീയത്തോടെ വന്നിരിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സഹോദരി സഹോദരങ്ങളെ, റബ്ബിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ വർഷത്തെ പരിശുദ്ധ റമദാനിലെ പുണ്യകരമായ രാപ്പകലുകൾ ശ്രദ്ധാപൂർവം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നാം നമ്മുടെ പുണ്യങ്ങളിൽ അതിമഹത്തായ പുണ്യമായി ഈ വിജ്ഞാന വേദിയിലിരിക്കുന്നതിനെ, ഇതിന്റെ സംഘാടനത്തെയും ഈ സംസാരത്തെയും കേൾവിയെയും ഒക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ബദർ യുദ്ധചരിത്രവും അതിലെ പാഠങ്ങളുമാണ് ഒരൽപ്പം സംസാരിക്കുന്നത്. ഞാൻ ഓതി വെച്ച വചനം സൂറത്തു ആല ഇമ്രാനിലെ 13-ാം വചനമാണ്. ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനി ഇൽതഖതാ. രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയതിൽ
തീർച്ചയായും അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തം ഉണ്ട്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, അതിലൊരു വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിലായിരുന്നു. വഉഖ്റാ കാഫിറത്തുൻ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, മറ്റേ സംഘം സത്യനിഷേധത്തിന്റെ വേണ്ടിയുള്ള ഷിർക്കിന്റെ കുഫറിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിലായിരുന്നു. ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തെ തങ്ങളുടെ ഇരട്ടിയുണ്ട് എന്ന് തോന്നിപ്പിച്ചു. ആ യുദ്ധം നടക്കുന്നതിന് വേണ്ടി വളരെ കുറച്ച് ആളുകളുള്ള 300 ചില്ലാനം മാത്രമുള്ള പടയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ടീം. അത് ഞങ്ങളെ അത്ര ഉണ്ട്, ഞങ്ങളുടെ ഇരട്ടിയുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധം അള്ളാഹു വലിയ ദൃഷ്ടാന്തം അവിടെ സംഘടിപ്പിച്ചു. അപ്പുറത്തുനിന്ന് വരുന്ന പട ഇരട്ടികളാണെങ്കിലും വളരെ ധൈര്യത്തോടെ ഏറ്റുമുട്ടാനുള്ള ഒരു കാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പുറത്തുള്ള ടീമിനും നൽകി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകളെ, തൗഹീദി ആദർശത്തിൽ ഉറച്ചു നിന്ന ആളുകളെ നന്നായി സഹായിച്ചു. അല്ലാഹു ഉദ്ദേശിച്ചത് ആരെ രക്ഷിക്കാനാണോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചു, സഹായിച്ചു. അല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് ആ ചരിത്ര ബദറിന്റെ പശ്ചാത്തലത്തിൽ പാഠം ഉൾക്കൊള്ളാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വചനത്തെ പറഞ്ഞവസാനിപ്പിക്കുന്നു. ആ മഹത്തായ യുദ്ധമാണ്, അതിലെ പാഠമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഹിജ്റ 2-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ കഴിച്ചുകൂട്ടുകയാണ്. ആ സമയത്ത് ഒരാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വകാര്യം പറയാണ്. മക്കയിൽ നിന്ന് ഷാമിലേക്ക് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘം ലാഭം കൊഴിയാൻ വേണ്ടി പോകുന്നുണ്ട്. ആ കച്ചവട സംഘം ചരക്കുകളായി കൊണ്ടുപോകുന്നത്, സ്വത്തുകളായി കൊണ്ടുപോകുന്നത് ഹിജ്റ വരുന്ന സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ അവർ പിടിച്ചു വെക്കപ്പെട്ട ഒട്ടകങ്ങൾ, ആടുകൾ, കച്ചവട ചരക്കുകൾ, സമ്പത്തുകൾ ഒക്കെ ശേഖരിച്ചുകൊണ്ടാണ് ഈ കച്ചവടത്തിലേക്ക് അവർ പോകുന്നത്. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് മക്കയിൽ നിന്ന് പോകുന്ന, മദീനയിൽ നിന്ന് പോയി തടയാൻ പറ്റുന്ന ഒരു ഭാഗം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ വെച്ച് തടയാൻ വേണ്ടി മുഹാജിറുകളെ സംഘടിപ്പിച്ച് പുറപ്പെടുകയാണ് അതിന്റെ ആദ്യഘട്ടം. ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ അബൂ സുഫിയാൻ എവിടെ എത്തി, അവന്റെ അവസ്ഥകൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മഹാനായ സഅദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെയും ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനെയും ചാരന്മാരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുകയും ഹൗറായിൽ വെച്ച് ഈ അബൂ സുഫിയാന്റെ സംഘം, അവരെ സംബന്ധിച്ചിടത്തോളം മക്കക്കാരുടെ വമ്പിച്ച സ്വത്തുമായി അവർ വരുന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ആ സംഗതി തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അത് തടയാൻ വേണ്ടി മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊച്ചു സംഘവുമായി പുറപ്പെടുന്നത്.
പക്ഷെ ഇവർ പോയി മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ അബൂ സുഫിയാനും ടീമും അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ പോകുന്ന വഴിക്ക്, ഷാമിലേക്ക് പോകുന്ന വഴിക്ക് അവരെ തടയാൻ സാധ്യമല്ല. ഇനി അവർ കച്ചവടം കഴിഞ്ഞ് ലാഭവും കൊയ്ത് തിരിച്ചു വരുമ്പോൾ തടയാം എന്ന തീരുമാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ 2 സ്വഹാബിമാരെ നിർത്തി മദീനയിലേക്ക് മടങ്ങുകയാണ്. ആ മദീനയിൽ നിന്ന് ആദ്യം തടയാൻ വേണ്ടി പോകുമ്പോൾ മുഹാജിറുകളാണ് കൂടെയുള്ളത്. കാരണം മുഹാജിറുകളുടെ സ്വത്തുകളാണ് അവർ ഉപയോഗപ്പെടുത്തി പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് പിടിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായും ആ സ്വത്ത് ഹലാലാകുന്നത്, അവകാശമുള്ളത് മുഹാജിറുകൾക്കാണ്. അങ്ങനെയാണ് മുഹാജിറുകളുമായി പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് മടങ്ങി വന്നത്. നമുക്കറിയാം ചരിത്രം. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രഗൽഭരായ സ്വഹാബിമാർ ഹിജ്റ വരുന്ന സന്ദർഭത്തിൽ മക്ക മുശ്രിക്കുകൾ, കൊമ്പന്മാര് തടഞ്ഞു വെക്കുകയാണ്. നീ റോമിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ വെറും കൈയോടെ വന്നവനാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കക്കാരനാണ്, റോമിലാണ് വളർന്നത്. ആ റോമിൽ നിന്ന് പിന്നീട് മക്കയിൽ വന്ന് വലിയ കച്ചവടം ചെയ്ത് വലിയ പണക്കാരനായി മാറിയതാണ്. ആ സ്വഹാബി ഹിജ്റ വരുന്ന സന്ദർഭത്തിൽ മക്ക മുശ്രിക്കുകൾ തടഞ്ഞു വെക്കുന്നു. നീ ഇവിടെ പ്രവേശിക്കുമ്പോൾ ഒന്നുമില്ലാതെ വന്നവനാണ്. അതുകൊണ്ട് നീ യാത്ര പോകുമ്പോൾ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം ഹിജ്റ പോകുമ്പോൾ, ഈ സ്വത്തുകൾ, നീ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുകൾ മക്കക്കാരുടേതാണ്. അതുകൊണ്ട് ഇവിടെ നിന്നുണ്ടാക്കിയത് ഇവിടെ വെക്കാതെ നിന്നെ വിടുകയില്ല. മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സർവ്വതും ഞാൻ ഇവിടെ വെച്ചാൽ എന്റെ തടി ഹിജ്റ പോകുന്നതിന് നിങ്ങൾ തടയുകയില്ലല്ലോ? ഇല്ല. അങ്ങനെ എല്ലാം അവിടെ ഉപേക്ഷിച്ച് ആ വലിയ പണക്കാരൻ തന്റെ കച്ചവട സ്വത്തുക്കളും ലാഭങ്ങളും എല്ലാം അവിടെ ഉപേക്ഷിച്ച് വെറും കൈയോടെയാണ് ഹിജ്റ പോകുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഗതി പറയുന്നുണ്ട്. വമിനന്നാസി മയ്യശ്രി നഫ്സുഹു ബിത്തിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. ജനങ്ങളിൽ ചിലരുണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ അവർ മറന്നുപോവുകയാണ്. എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാ സമ്പത്തും അള്ളാഹ്ക്ക് വേണ്ടി വിട്ടിരിക്കുകയാണ്. അള്ളാന്റെ തൃപ്തിയാണ് അവർ കരസ്ഥമാക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അടിമകളോട് ദയവ് കാണിക്കുന്നവനാണ്. പരലോകത്ത് കൃത്യമായ പ്രതിഫലമുണ്ടെന്നർത്ഥം. ഇത് സുഹൈബ് റൂമി റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ അവതരിച്ച വചനമാണ്. വിശുദ്ധ ഖുർആനിൽ 10 സ്ഥലങ്ങളിൽ ഈ പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. ജനങ്ങളിൽ ചിലരുണ്ട്, ജനങ്ങളിൽ ചിലരുണ്ട്. 9 സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയോഗം നടത്തിയത് മോശപ്പെട്ട സ്വഭാവക്കാരെയാണ്. ആ സ്വഭാവം നിങ്ങൾ പിന്തുടരാൻ പാടില്ല, അത് ശരിയായ രീതിയല്ല. അള്ളാഹ് ആക്ഷേപിച്ച് ദമ്മ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒരു പ്രയോഗമാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രയോഗവും. വമിനന്നാസിമൻ. പക്ഷേ ഒരു പ്രയോഗം മാത്രമാണ് അള്ളാഹ് മദ്ഹ് ചെയ്ത് പറഞ്ഞത്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ചിലർ ജനങ്ങളിൽ ഉണ്ട്, ഇന്ന ഇന്ന രീതിയുള്ളവർ എന്ന് പറഞ്ഞതിൽ അള്ളാഹ് പ്രയോഗിച്ച, അള്ളാഹ് മദ്ഹ് ചെയ്ത് പറഞ്ഞ ഒരേ ഒരു സംഭവം ഇതാണ്. അത് മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ള സ്വഹാബിമാരുടെ സ്വത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ കച്ചവടത്തിന് പോയിട്ടുള്ളത്. അതുകൊണ്ട് ന്യായമായും അതിന്റെ അവകാശം കച്ചവടത്തിന് പോകുമ്പോൾ തടഞ്ഞാലും തിരിച്ചു വരുമ്പോൾ ലാഭത്തിൽ നിന്ന് തടഞ്ഞാലും അത് മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ അത് തടയാൻ വേണ്ടി പുറപ്പെടുന്നു. അങ്ങനെ അവർ തിരിച്ചു വരുന്ന വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നു. അങ്ങനെയാണ് അത് തടയാൻ വേണ്ടി രണ്ടാമത് കച്ചവട സംഘം ലാഭം കൊയ്തു വരുന്നതിനെ തടയാൻ വേണ്ടി പോകുന്നു. 50,000 സ്വർണ്ണ ദീനാറുകൾക്ക് സമാനമായ വമ്പിച്ച ചരക്കുകളുമായിട്ട് ഒട്ടകങ്ങളിൽ ആ യാത്രാ സംഘം തിരിച്ചു വരുന്ന വിവരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയാണ്. ആ ഒട്ടകങ്ങളുമായി വരുമ്പോൾ 40 ആളുകൾ മാത്രമാണ് അവരുടെ കൂടെയുള്ളത്.
ഈ കച്ചവടത്തിൽ ലാഭം കൊയ്ത വലിയ ലാഭവുമായി വരുമ്പോൾ അവരെ തടയാനും പിടികൂടാനും എളുപ്പമാണ്. ആ സന്ദർഭത്തിൽ ആ ഒരു ഉദ്ദേശത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നത്. പക്ഷേ രംഗം മാറുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാദി ദഫ്രാനിലെത്തിയപ്പോൾ 100ഓളം കിലോമീറ്റർ മദീനയിൽ നിന്ന് ഈ ലക്ഷ്യത്തോടു കൂടി അവർ വന്നിരിക്കുകയാണ്. അതിൽ മുഹാജിറുകളുണ്ട്, അൻസാറുകളുണ്ട്. വേഗം വരണം, അവരിവിടെ എത്താനായിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ വേഗം ഉള്ളവർ പുറപ്പെടുവിൻ എന്ന് പറഞ്ഞപ്പോൾ ഒന്നിച്ച് ഇറങ്ങിയിരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ. 83 മുഹാജിറുകളും 61 ഔസ് ഗോത്രത്തിലെ ആളുകളും 170 ഖസറജുകളും, അങ്ങനെയുള്ള മൊത്തം സ്വഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചുകൊണ്ട് കൂടെ വരികയാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാം. അങ്ങനെ 100 കിലോമീറ്റർ സഞ്ചരിച്ച് അവരിങ്ങനെ ഇടക്കിടക്ക് വിശ്രമിക്കും. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പുറപ്പാടിനെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മദീന പള്ളിയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടങ്ങി. ഇടത്താവളമായി ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങി അവർ വിശ്രമിക്കുന്നുണ്ട്. ആ വിശ്രമ സ്ഥലം എത്തുന്ന സന്ദർഭത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് ചർച്ചകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ രംഗം ചരിത്രത്തിൽ നമുക്ക് കൃത്യമായി വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മദീനയിൽ നിന്ന് പുറപ്പെട്ട് സുഖിയ എന്ന സ്ഥലത്ത് വെച്ച് അവർ വിശ്രമിച്ചു. പിന്നീട് ചർച്ചകൾ ചെയ്തു. ദുൽഹുലൈഫയിലെത്തി, അവിടുന്ന് ദാത്തുൽ ജയ്ഷിലെത്തി, വീണ്ടും വാദി ദഫ്രാൻ. അങ്ങനെ 100 കിലോമീറ്ററോളം അവർ സഞ്ചരിച്ചെത്തി ഈ സംഘത്തെ തടയാൻ. വാദി ദഫ്രാനിൽ എത്തുമ്പോഴാണ് ഇനി 20 കിലോമീറ്ററേ ബദറിലേക്കുള്ളൂ. ആ ബദറിൽ വെച്ച് പിടിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുന്നത്. അവിടെ എത്തുമ്പോൾ അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഞങ്ങളെ പിടിക്കാൻ വരുന്നുണ്ട് എന്ന വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ, ചാരന്മാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ഒട്ടകത്തിന്റെ കാട്ടം കണ്ട് തിരിച്ചറിഞ്ഞ് ആരോ ഞങ്ങളെ പന്തികേടിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ആ ബദറിലേക്ക് വരാതെ കടൽക്കര മാർഗം മക്കയിലേക്ക് പോവുകയാണ്. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടി. ആ സന്ദർഭത്തിൽ തന്നെ തങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മക്കയിലേക്ക് അബൂ സുഫിയാൻ ഒരാളെ ഏറ്റവും ശക്തമായ കുതിപ്പ് നൽകുന്ന നല്ല മുന്തിയ കുതിരയുടെ മുകളിൽ കയറ്റി യാത്ര ചെയ്യിപ്പിക്കുകയാണ്. കുതിരയുടെ ജീനി തിരിച്ചിട്ട് ആ കുതിരയുടെ ചെവിക്ക് ഒരു ചെറിയ മുറിവൊക്കെ പറ്റിച്ച് ഇദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ കീറലുകൾ ഉണ്ടാക്കി മക്കയിലേക്ക് അതിസ്പീഡിൽ യാത്ര ചെയ്യുകയാണ്. ലംബം ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടാകും. അങ്ങനെ അവിടെ സ്പീഡിലെത്തിയിട്ട് അബൂജഹലിനോട് പറയുന്നു, നമ്മുടെ കച്ചവട സംഘത്തെ പിടികൂടാൻ മുഹമ്മദും ടീമും മദീനയിൽ നിന്ന് വന്നിട്ടുണ്ട്, നമ്മൾ നശിച്ചു പോകും, അതുകൊണ്ട് നമുക്കെല്ലാം പിടിക്കണം, അതുകൊണ്ട് ഒന്നിച്ചു കൊണ്ടുവരാൻ വേണ്ടി അലറി കരഞ്ഞ് സഹായത്തിന് വേണ്ടി അന്നസ്രു അന്നസ്രു എന്ന് വിളിച്ചു പറഞ്ഞപ്പോ അബൂജഹല് മക്കയിലെ മുഴുവൻ വീടുകളിലും കയറി ഇറങ്ങിയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും വേരോടെ പിഴുതെറിയാൻ വേണ്ടി അഹങ്കാരത്തോടെ പുറപ്പെടുകയാണ്. ആ സംഘം പകുതിയിലെത്തുമ്പോ അബൂ സുഫിയാൻ തിരിച്ച് അവരുടെ അടുത്തെത്തി. ഇനി പോകേണ്ടതില്ല, ഞങ്ങൾ രക്ഷപ്പെട്ടു, ഇനി നമുക്ക് മക്കയിലേക്ക് തന്നെ മടങ്ങാം, നമ്മുടെ കച്ചവട സംഘം ഇതാ, സ്വത്തിതാ, ലാഭമിതാ, ഇനി ഒരു പ്രശ്നമില്ല. അബൂജഹൽ അത് അംഗീകരിച്ചില്ല. അവിടെ ബദറിൽ പോകണം, മദീനയിലുള്ള പ്രവാചകനെയും സംഘത്തെയും പരിഹസിക്കണം, നമ്മുടെ സന്തോഷം, നമ്മുടെ ആഹ്ലാദം അവിടെ പ്രകടിപ്പിക്കണം, അവരെ ഉന്മൂലനം ചെയ്യണം. ഈ അഹങ്കാരത്തോടു കൂടിയാണ് ബദറിലേക്ക് അവർ പുറപ്പെടുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടി. 2 സംഘമായിട്ട് മാറിയിട്ടുണ്ട്. ആ കച്ചവട സംഘം അങ്ങോട്ട് പോകുന്നുണ്ട്, മറ്റൊരു സംഘം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടി, 2 സംഘത്തെ നേരിട്ടാൽ മതി. ഇത് രണ്ടും കൂടി ഒരു സംഘമായിട്ട്, വലിയ സംഘമായിട്ട് വരികയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാദി ദഫ്രാനിൽ വെച്ച് ഗഹനമായ ചർച്ച ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്ത് ചെയ്യണം? നമ്മൾ മദീനയിലേക്ക് തന്നെ മടങ്ങി നമ്മുടെ മദീന സംരക്ഷിക്കണോ, അതല്ല ഇവരുമായി ഏറ്റുമുട്ടണോ?
കാരണം കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി വന്നതാണ്, ഒരു യുദ്ധത്തിന് വന്നതല്ല. രംഗം നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ പാഠം, ഏത് കാര്യത്തിലും പരിശുദ്ധ ഇസ്ലാം നമ്മളോട് മുഷാവറ ആവശ്യപ്പെടുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം തീരുമാനപ്രകാരം പോകുന്നില്ല. അവിടെ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നു, അഷീറു അലയ്യ, അഷീറു അലയ്യ, വരിൻ നമുക്ക് മുഷാവറ ചെയ്യാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണോ മുഹമ്മദ് നബിയെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്, അള്ളാഹു തോന്നിപ്പിക്കുന്നത്, അതുമായി മുന്നോട്ട് നീങ്ങിൻ, ഞങ്ങൾ റെഡി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും അതേ അഭിപ്രായം പറഞ്ഞു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹും അതേ അഭിപ്രായം പറഞ്ഞു. മഹാനവകൾ പറഞ്ഞ വാക്കിൽ ഒരു രംഗം കൂടി കൂടുതലുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് തന്റെ സമൂഹം പറഞ്ഞ നന്ദി കെട്ട വർത്തമാനം ഞങ്ങൾ പറയില്ല. മൂസാ നബിയോട് ആ സമൂഹം പറഞ്ഞത്, നീ നിന്റെ റബ്ബിനെ കുറിച്ച് ശക്തനാണെന്നല്ലേ പറയുന്നത്, ശക്തനായ നിന്റെ റബ്ബും നീയും പോയി യുദ്ധം ചെയ്യ്, ഞങ്ങളുടെ വിശ്രമിക്കട്ടെ എന്നാണ്. ആ നന്ദി കെട്ട വർത്തമാനം ഞങ്ങൾ പറയില്ല. നിങ്ങളുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്യും നബിയെ, അതുകൊണ്ട് ഞങ്ങൾ റെഡിയാണ്. ഇവർ മൂന്നും മുഹാജിറുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടേണ്ടുന്ന അഭിപ്രായം, ഇവരുടെ അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ പ്രധാനമായും കിട്ടേണ്ടുന്ന അഭിപ്രായം അൻസാറുകളുടെ അഭിപ്രായമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വരുന്നതിന് മുമ്പ്, നിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നാൽ നിങ്ങളെയും സ്വഹാബിമാരെയും, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ സമ്പത്തിനെ, ഞങ്ങളുടെ വീടിനെ, ഞങ്ങളുടെ സ്വത്തിനെ സംരക്ഷിക്കുന്നത് പോലെ നിങ്ങളെ സംരക്ഷിക്കാം നബിയെ എന്ന് അവർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മദീനയിലാണ്, ബദർ മദീനക്ക് പുറത്താണ്. അതുകൊണ്ട് ഇവരുടെ അഭിപ്രായം എന്ത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചോദിക്കുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിക്കുന്നു, അഷീറു അലയ്യ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ വരൂ, നമുക്ക് മുഷാവറ ചെയ്യാം. അൻസാറുകളെ പ്രത്യേകം വിളിക്കുകയാണ്. ആ അൻസാറുകളിൽ ഒരേ അഭിപ്രായമാണ്. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, അവരുടെ നേതാവ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം എന്ത് അഭിപ്രായം പറയണോ അതൊക്കെ അംഗീകരിക്കാൻ അൻസാറുകൾ തയ്യാറാണ്. മഹാനവറുകൾ പറഞ്ഞു, മുഹമ്മദ് നബിയെ, ഞങ്ങൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, യുദ്ധമാണെങ്കിൽ യുദ്ധം, ബദറിലേക്കാണെങ്കിൽ ബദറിലേക്ക്, അവരെ ഏറ്റുമുട്ടുന്ന കാര്യമാണെങ്കിൽ അങ്ങനെ, യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ്. അൻസാറുകളായ ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയില്ല. യുദ്ധരംഗത്ത് ഒരിക്കലും പിന്തിരിഞ്ഞോടാത്തവരാണ് ഞങ്ങൾ. ആ രംഗം നന്നായി ഉപയോഗപ്പെടുത്തുന്നവരാണ്, ധൈര്യത്തോടെ നിലനിൽക്കുന്നവരാണ് ഞങ്ങൾ. മുഹമ്മദ് നബിയെ, ഈ സമുദ്രം ഒന്ന് കടക്കാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ കടക്കും നബിയെ. കൂടിയിട്ടിട്ട് അതിൽ നിന്ന് വല്ലതും എടുത്തു കൊണ്ടുവരാൻ നിങ്ങൾ ആക്ഷേപിച്ചാൽ, ഞങ്ങളോട് ആജ്ഞാപിച്ചാൽ അത് ഞങ്ങൾ അനുസരിക്കും നബിയെ. അനുസരണയോടെ നിങ്ങളുടെ കൂടെ യുദ്ധക്കളത്തിൽ ഉണ്ടാകും. ശത്രുക്കളെ കാണുമ്പോൾ ഭയപ്പാടുണ്ടാവുകയില്ല. സത്യം വല്ലാഹ്, നാളത്തെ യുദ്ധത്തിൽ അല്ലെങ്കിൽ ആ ബദറിൽ വെച്ച് ഏറ്റുമുട്ടുമ്പോ നിങ്ങൾക്ക് കൺകുളിർമ ഉണ്ടാക്കി തരും നബിയെ. കൂടെ നിന്ന് യുദ്ധം ചെയ്ത് ഞങ്ങൾ കാണിക്കും. വിശ്വാസമൊക്കെ സന്തോഷമായി. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഈ വാക്ക് കേട്ടപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമായി. അപ്പൊ മുഹാജിറുകൾ ഓക്കെയാണ്, അൻസാറുകൾ ഓക്കെയാണ്. ഒരു യുദ്ധത്തിലേക്ക് പോവാൻ ഗതി മാറുകയാണ്, രംഗം മാറുകയാണ്. ആ സന്ദർഭത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുഷാവറകൾക്ക് ശേഷം ബദർ ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുകയാണ്. ശത്രു സംഘം ഇങ്ങോട്ട് വരുന്ന കാര്യം വഹി കിട്ടുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഞാനത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല, ചരിത്രം നമുക്കറിയാം. അപ്പൊ ഒന്നാമത്തെ പാഠം, ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും നമ്മൾ കരുതിയതുപോലെയല്ല. ഒരു കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി പോയവർക്ക് ഒരു വലിയ സംഘത്തെ ഏറ്റുമുട്ടേണ്ടി വരികയാണ്. നേതാവ് എന്താണോ ആദർശ രംഗത്ത് പറയുന്നത്, മുഷാവറത്ത് എടുത്ത് തീരുമാനിച്ച് നേതാവിന്റെ കൂടെ നിന്ന് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് റബ്ബിൽ തവക്കുലാക്കി അവരിറങ്ങുകയാണ്. ഏത് കാര്യത്തിലും ഈ തീരുമാനങ്ങൾ, ചർച്ചകൾ നമുക്ക് വേണം. അതിനാണ് നമ്മൾ സംഘടനാ രൂപത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ആദർശ പ്രബോധനത്തിൽ സഹായകമായ ഒരു കൂട്ടായ്മയിൽ നമുക്കൊരുപാട് യോഗങ്ങൾ ഉണ്ടാകും, ചർച്ചകൾ ഉണ്ടാകും, നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും. റബ്ബിൽ തവക്കുലാക്കി നമ്മൾ ഇറങ്ങും. അതിന്റെ ഏറ്റവും വലിയൊരു പാഠമാണ് ബദറിൽ നമുക്ക് പഠിക്കാനുള്ള. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തീരുമാനവുമായി സ്വഹാബത്തിനെ കൂടെ പോയി. അവരുടെ വരവിനെ കുറിച്ച്, മറുവശത്തുള്ളവരുടെ വരവിനെ കുറിച്ച് ഖുർആൻ പറയുന്നു, വലാ തകൂനൂ കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബത്തറൻ വരിആഅന്നാസ് വയസുദ്ദൂന അൻ സബീലില്ലാഹ്. സൂറത്ത് അൻഫാലിലെ
47-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയാണ്, നിങ്ങൾ ഒരു വിഭാഗം ആളുകളെ പോലെ ആകരുത്. വിശ്വാസികൾക്ക് ഉപദേശമായിട്ടും അവിശ്വാസികളെ ആക്ഷേപിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിന്റെ വിഷയത്തിൽ ആയത്തിറക്കുകയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? വലാ തകൂനു, നിങ്ങൾ ആവാൻ പാടില്ല, കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറപ്പെട്ടവരെ പോലെ, ബത്തറം വരിആ അന്നാസ്, കിബറോടുകൂടിയും ജനങ്ങളുടെ മുമ്പിൽ അഭിമാനം പെരുപ്പം കാണിച്ചുകൊണ്ട് റിയാഓടുകൂടിയും പുറപ്പെട്ടവരെ പോലെ ആകരുത്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് തടയുന്നവരായിക്കൊണ്ട് അഹങ്കാരികളായിക്കൊണ്ട് പുറപ്പെട്ടവരെ പോലെ നിങ്ങൾ ആകരുത്. അബൂജഹലും ടീമും വന്നതിനെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ച പ്രയോഗമാണത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോക്കോ സ്വഹാബത്തിന്റെ പോക്കോ നമ്മൾ ആ ചർച്ചയെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി. സ്വഹാബിമാർ ഇങ്ങനെ ഒപ്പം നിന്ന് ഞങ്ങൾ റെഡിയാണ് നബിയെ. വിശുദ്ധ ഖുർആൻ ആ വചനങ്ങൾ ഇങ്ങനെ കേട്ടിട്ട് അവർ ഓരോന്നും റെഡിയായി നിൽക്കുമ്പോ അവരിങ്ങനെ നോക്കി നിൽക്കേ മരണത്തിലേക്ക് പോയി വീഴുന്നത് പോലെ അത് അനുഭവപ്പെട്ടു എന്നാണ്. സ്വർഗം മുമ്പിൽ കണ്ട് ശരിക്ക് യഖീനായി അവർ അള്ളാന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ആരാണിവർ? എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? അതാണ് ബദറിലെ മറ്റൊരു പാഠം നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ളത്. ബദറിലേക്ക് വരുമ്പോ കഅബാലയത്തിന്റെ ഇല പിടിച്ചുകൊണ്ട് അബൂജഹൽ പ്രാർത്ഥിച്ചു. ആരോട്? അള്ളാനോട്. അള്ളാനോട് പ്രാർത്ഥിച്ചവനാണ് അബൂജഹൽ ലഅനത്തുല്ലാഹ്. രണ്ട് സംഘം ഏറ്റുമുട്ടാൻ പോവാണ്. നല്ലവരെ നീ വിജയിപ്പിക്ക്, മാന്യന്മാരെ വിജയിപ്പിക്ക്, ഹക്കിനെ നീ വിജയിപ്പിക്ക്. ആരോട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദ്വാരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും അള്ളാഹുവോട് ദ്വാരുന്നു. എന്താ വ്യത്യാസം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യൂ. അബൂജഹലും ടീമോ അള്ളാഹുവോടും തേടും. അല്ല കൊടുത്ത കഴിവിൽ നിന്ന് പലരും സഹായിക്കും. ലാത്ത ഉണ്ട്, ഉസ്സയുണ്ട്, മനാത്തയുണ്ട്, ഹുബുലുൽ അലായുണ്ട്, ഇബ്രാഹിം നബിയുണ്ട്, ഇസ്മായിൽ നബിയുണ്ട്. അങ്ങനെ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കാൻ കഴിവുള്ള പല നേർച്ചക്കാരുണ്ട്. അതുകൊണ്ട് അള്ളാഹിനോടും തേടാം, അവരോടും തേടാം. ആപൽഘട്ടങ്ങളിൽ കടലിൽ സഞ്ചരിക്കുമ്പോ തിരമാലകളിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട് മരണമുറപ്പാകുമ്പോ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അള്ളാഹിനോട് തേടിയവരാണ് ആര്? അബൂജഹലും ടീമും, മക്ക മുശ്രിക്കുകൾ, മക്ക കുഫാറുകൾ. പക്ഷെ കേരളത്തിലെ നമ്മുടെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ആപൽഘട്ടത്തിൽ പോലും CM-നെയാണ് വിളിക്കുന്നത്, മമ്പുറന്തങ്ങളെയാണ് വിളിക്കുന്നത്. ഈ മരിച്ചുപോയ ശുഹദാക്കന്മാരായ ബദരീങ്ങളെയാണ് വിളിച്ചു തേടുന്നത്. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റയ്ക്ക് മതി എന്നാണ് CM-നെ കുറിച്ച് മദ്ഹായി പാടിക്കൊണ്ടിരിക്കുന്നത്. ആരാണ്? ബദരീങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനേക്കാൾ മുമ്പിൽ ഞാനുണ്ട് എന്ന് CM-നെ കുറിച്ച്. നഊദു ബില്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, സ്വഹാബി വര്യന്മാർ, ഔലിയാക്കൾ, നേതാക്കന്മാർ, അവരെക്കാൾ മുമ്പിൽ അവർക്കൊക്കെ പകരം ഞാനാണ്, ഞാൻ ഒറ്റയ്ക്ക് മതിയും. നഊദു ബില്ലാഹ്. CM ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല. CM വലിയുള്ളയെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് റമദാൻ 17 പള്ളികളിലൊക്കെ ചെമ്പ് നാട്ടി തീ കൊടുത്ത് അരി വേവിച്ച് മാംസമുണ്ടാക്കി ബദരീങ്ങളുടെ ആണ്ട് കൊണ്ടാടുകയാണ്. ആ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ നേർച്ചകൾ വഴിതെറ്റുന്നു, അറവുകൾ വഴിതെറ്റുന്നു, തേട്ടങ്ങൾ വഴിതെറ്റുന്നു, പച്ചയായ ശിർക്ക്, കുഫർ. അപ്പൊ ആരുടെ ആദർശമാണ് ബദരീങ്ങളുടെ ആദർശം? ഈ കൊച്ചു സംഘത്തിന്റെ ആദർശമാണ് നമ്മുടെ കയ്യിലുള്ളത്. മറുപക്ഷത്തുള്ള ഭൂരിഭാഗം വരുന്ന കൊമ്പന്മാരായ അഹങ്കാരികളായ ആളുകളുടെ ആദർശം അള്ളയും അള്ള കൊടുത്ത കഴിവിന് സഹായിക്കുന്ന നേർച്ചക്കാരും. അത് ആരുടെ ആദർശ? നമ്മുടെ നാട്ടിൽ ആരുടെ കയ്യിലാണ് ഈ ആദർശമുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആർക്കാണ് യഥാർത്ഥത്തിൽ ബദരീങ്ങളോട് സ്നേഹമുള്ളത്? നമ്മൾ ബദർ ചരിത്രവുമായി ബന്ധപ്പെട്ട് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന കാര്യമാണ്. കോഴിക്കോട് ജാമിഉൽ ഫുതൂഹ് എന്ന് പറയുന്ന നോളജ് സിറ്റിയിലെ വലിയ പള്ളിയിൽ ബദറുൽ കുബ്ര, പരസ്യം എന്താണ്? ബദറുൽ കുബ്രയെ വിജയിപ്പിക്കുക. കേട്ടാ തോന്നും ഇപ്പൊ ഒരു ബദർ നടക്കുന്നുണ്ട്, അവിടെ പോയിട്ട് യുദ്ധം ചെയ്ത് സഹായിക്കാനാണ് ഈ പരസ്യം. ബദറുൽ കുബ്രയെ വിജയിപ്പിക്കുക എന്നെന്താ? 313 ആടുകളെ അറുത്തിട്ട് പാചകം ചെയ്യാണ്.
അത്രയും ചെമ്പുകളിൽ അത് ഉണ്ടാക്കുകയാണ് ചോറ്. എന്നിട്ട് 3,33,313 ബദരീങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് തേടി യാചിച്ച് വമ്പിച്ച ശിർക്ക് നടക്കുകയാണ്. നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. എന്താണ് ബദരീങ്ങൾ, ആരാണ് ബദരീങ്ങൾ, എന്താണ് അവരുടെ ആദർശമെന്ന് സമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ദഅ്വാ രംഗത്ത് സജീവമായി നിലനിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ആ രീതിയിലുള്ള ശിർക്കൻ സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദണ്ഡം വബാവാസുരിയും മറ്റുള്ള ദീനമടങ്കലും ബദിരിങ്ങളെ ബർക്കത്തിനാൽ ശിഫയാകണം യാ റബ്ബനാ. ദണ്ഡം വബാവസൂരി ഒരു കാലഘട്ടത്തിലെ വമ്പിച്ച മാരകമായ രോഗാണ്. ഒന്ന് ഛർദിയാണ്, മറ്റൊന്ന് വയറ്റുന്നോക്കാണ്, ശരീരത്തിലാകെ വ്രണങ്ങൾ വരുന്ന രീതിയാണ്. ഞാൻ ഒന്നിന്നലെ വയറ്റുന്നു പോയി എന്ന് പറഞ്ഞാളെ പിറ്റേ ദിവസം മയ്യത്തായി കാണുകയാണ്. തിരുരങ്ങാടി യത്തീംഖാനകളൊക്കെ ഉണ്ടാവാൻ കാരണമായ തലമത്തട്ടി എന്ന് പറയുന്ന ദണ്ഡം വബാ വസൂരി എന്ന് പറയുന്ന മാരകമായ രോഗങ്ങൾ, ആ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി റബ്ബേ നിന്റെ ബറക്കത്തോണ്ട് രക്ഷപ്പെടുത്തേണ്ട ബദരീങ്ങളുടെ ബറക്കത്തോണ്ട് കാക്കണേ. ദണ്ഡം വബാവാ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. റബ്ബേ നീ ശിഫയാക്കണം എന്നില്ല, ബദരീങ്ങളെ ബർക്കത്തോണ്ട് ശിഫയാക്കി. നഊദു ബില്ലാഹ്. ബദറിൽ ഷഹീദായത് കുറെ കാലം കഴിഞ്ഞാൽ ദണ്ഡം വബാ വസൂരിയൊക്കെ വരും. അപ്പൊ ഞങ്ങളെ വിളിച്ചു തേടിക്കോട്ടെ, ഞങ്ങളെ ബർക്കത്തോണ്ടാണ് ശിഫായി കൊടുക്കുക, അതിനാണ് അല്ല. വേറെ ചില ആളുകൾ അതാ ബദരീങ്ങളുടെ അസ്മാകൾ വീടുകളിൽ എഴുതി വെക്കുകയാണ്, 14 ശുഹദാക്കളുടെ പേര്. എന്നിട്ട് എന്താ, തവക്കൽതു അലാ അസ്മാ ബദറാണ്. ഒരാചാര് ഹജ്ജിന് പോയിരിക്കുകയാണ്. ആ ഹജ്ജിന് പോയ ആചാരുടെ വീട് കക്കാൻ വേണ്ടി ഒരു കള്ളൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ അടുക്കൽ രാത്രി എത്തുമ്പോ വീടിനുള്ളിൽ നിന്ന് വാളിന്റെയും അതുപോലെ തന്നെ പരിചയുടെയും അങ്ങനെയുള്ള കലകലാ ശബ്ദം കേൾക്കുകയാണ്. വൻപിച്ച യുദ്ധം നടക്കുന്നത് പോലെ. ആദ്യ ദിവസം അത് കേട്ടു, 2-ാം ദിവസവും കേട്ടു, 3-ാം ദിവസവും കേട്ടു. ആ കള്ളൻ എല്ലാ പഠിച്ച പണിയും നോക്കിയിട്ട് കയറാൻ തോന്നുന്നില്ല, ബേജാറാവുകയാണ്. കക്കല് നിർത്തി, വേണ്ടാന്ന് വെച്ചു. രാജ്യമൊക്കെ കഴിഞ്ഞ് വന്നപ്പോ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങളെ വീട്ടിലെ ഒരു രഹസ്യം? ഞാൻ പല വീട്ടിലും കയറി കട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ സൗണ്ടാണല്ലോ കേട്ടത്. അപ്പൊ ആചാര്യ പറയുകയാണ്, ഞാനൊരു ഉസ്താദിന്റെ വയലിൽ അസ്മാ ബദറിന്റെ മഹത്വം കേൾക്കുകയും അവിടെ അന്ന് വിറ്റിട്ടുള്ള ആ പേരുകൾ എഴുതിയിട്ടുള്ള ചാർട്ട് ഞാൻ വാങ്ങിയിട്ട് എന്റെ വീടിന്റെ മതിലിൽ, എന്റെ വീടിന്റെ ചുമരിൽ ഞാൻ നാട്ടിയിട്ടുണ്ട്, പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ പേരിനെ എഴുതി വെച്ചാൽ, ഓതിയാൽ കള്ളന്മാരുടെ ശല്യമുണ്ടാകൂല, മതിൽ പൊട്ടലുണ്ടാകൂല. ഇങ്ങനെയുള്ള മധുഹൊക്കെ ഞാൻ പാടിപ്പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തോടു കൂടി ഞാനത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ബദരീങ്ങൾ യുദ്ധം ചെയ്യുന്ന രംഗമാണ്, ആ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്, അവര് എന്നെ കാത്തതാണ്. നഊദു ബില്ലാഹ്. കറാമത്ത് കഥകളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ കുറെ ആളുകൾ ഹജ്ജിന് പോയിക്കോട്ടെ, മറ്റുള്ളവരും വല്ല നാട്ടിലേക്കും പോയിക്കോട്ടെ, വീട് കാക്കാൻ ഞങ്ങൾ ബദരീങ്ങള് അതിനാ യുദ്ധം ചെയ്തത്, ഷഹീദായത് അല്ല. തവക്കൽതു അലല്ലാഹ്, റബ്ബിൽ ബരമേൽപ്പിക്കാൻ. വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ റബ്ബിൽ, അല്ലാഹുവിൽ നിങ്ങൾ തവക്കുലാക്കിവിൻ. അതാണ് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ഈ ലോകത്ത് വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണ്ടേ? ആ സമയത്ത് നമ്മുടെ കണങ്കാലുകൾ തമ്മിൽ കൂട്ടിമുട്ടി അങ്ങനെ മരണവേദന വന്നിങ്ങനെ അതിനെ അഭിമുഖീകരിക്കുമ്പോ ദാഹം നന്നായി ഉണ്ടാകും, പ്രയാസമുണ്ടാകും. ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും. ഇബ്ലീസ് അവന്റെ കൂജയുമായി വന്ന് വെള്ളം കുടിപ്പിച്ചെന്നെ കുഫറിൽ മരണപ്പെടുത്തുന്നതിൽ നിന്ന് റബ്ബേ നീ തുണക്കണം, കാക്കണം എന്നല്ല, പിന്നെയോ ബദരീങ്ങളെ തുണ. നഊദു ബില്ലാഹ്. ഈ അവസ്ഥയിലാണ് കേരളത്തിലെ ഭൂരിഭാഗം മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ ബദരീങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയത്. അതിന്റെ പേരിലാണ് ഈ നേർച്ചകൾ നടക്കുന്നത്, ആണ്ടുകൾ നടക്കുന്നത്. ഈ അന്നദാനവും ഈ ഭക്ഷണം കഴിക്കലും ഈ ചൊല്ലലും മദ്ഹ്ഗാനങ്ങളും ഈ മൗലിദ് പാരായണവും ഒക്കെ നടക്കുന്നത് അതിന്റെ പേരിലാണ്. ഇത് ബദരീങ്ങളുടെ ആദർശത്തിന് നേരെ എതിരാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കാത്ത ആദർശമാണ്. ബദറിൽ ഏതൊരു ആദർശമാണോ കുഴിച്ചു മൂടിയത്, ഏതൊരു ടീമിനെയാണോ പരാജയപ്പെടുത്തിയത്, ആ ടീമിന്റെ ദുഷിച്ച ആദർശമാണ് ഈ ശിർക്കൻ കുഫ്റൻ ആദർശം. അത് പേറി നടന്നാൽ നമ്മൾ മുസ്ലിമല്ല. പേര് മുസ്ലിമാകാം, നമ്മുടെ വേഷം മുസ്ലിമാകാം, നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കുന്നുണ്ടാകാം, മുസ്ലിമിന്റെ പള്ളിക്കാട്ടിൽ നമ്മുടെ മറവ് ചെയ്യുന്നുണ്ടാകാം, പക്ഷെ നമ്മൾ മുസ്ലിമല്ല. ആ പറഞ്ഞ ആദർശമാണ് പ്രിയപ്പെട്ടവരെ ഇത്. അതുകൊണ്ട് ആരൊക്കെ നമ്മളെ വഴിതെറ്റിച്ചിട്ടുണ്ടെങ്കിലും വേഗം ക്ലിയർ ആക്കിയിട്ട് ഹിദായത്തിന്റെ മാർഗത്തിലേക്ക്, ബദരീങ്ങളുടെ ആദർശത്തിലേക്ക് കടന്നു വരാൻ ഈ ചരിത്രം പഠിക്കുന്ന നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ട് ടീമും ബദറിലെത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, റമദാനിലെ 16-ാം നോമ്പിന് നോമ്പെടുത്തവരായി യാത്ര ചെയ്തിട്ടുള്ള അവർ ബദറിൽ വന്ന് തമ്പടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അൻതും ബിൽ ഉദ്വത്തി ദുനിയാ വഹും ബിൽ ഉദ്വത്തിൽ ഖുസ്വാ. ഒന്ന് മേൽ ഉയർന്ന ഭാഗവും ഒന്ന് താഴ്ന്ന ഭാഗവുമാണ്. നബിസ്വല്ലല്ലാഹു സംഘവും താഴ്ന്ന ഭാഗത്താണ്, ഉയർന്ന ഭാഗത്താണ് അവരുള്ളത്, തമ്പടിച്ചിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ ഹുബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, ഓ മുഹമ്മദ് നബിയെ, മദീനയിൽ നിന്ന് വന്ന് ഇത്രയും സഞ്ചരിച്ചെത്തിയതൊക്കെ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ തമ്പടിച്ചത്, ഇവിടെ ടെൻഡടിച്ചത് വഹീന്റെ അടിസ്ഥാനത്തിലാണോ, അതല്ല നിങ്ങളുടെ അഭിപ്രായമാണോ? വിശ്വാസം പറഞ്ഞു, അതെന്റെ അഭിപ്രായമാണ്. എങ്കിൽ നബിയെ, ഒന്നുകൂടി നല്ലത് നമ്മളൊന്ന് അങ്ങ് മാറി നിൽക്കുന്നതാണ്. മഴ പെയ്താൽ വെള്ളം ശേഖരിക്കാനും യുദ്ധത്തിൽ കാലുറച്ചു നിൽക്കാനും എല്ലാ നിലക്കും തന്ത്രങ്ങൾക്ക് നല്ലത് ഒന്നുകൂടി അങ്ങ് മാറി നിൽക്കലാണ്. വിശ്വാസം പറഞ്ഞു, ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്നേക്കാൾ അറിവുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മാറിയടിക്കാം. അങ്ങനെ ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം ഒന്നുകൂടി അങ്ങ് മാറി തമ്പടിക്കുകയാണ്. അത് വലിയ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവാണ്, വഹിയുള്ള പ്രവാചകനാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അണികളിൽ ഒരു പാവപ്പെട്ട ഹുബാബ് ബിൻ മുൻദിർ പറഞ്ഞത്, ഒരിക്കലും തലക്കനമില്ലാത്ത നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു കൊടുക്കുകയും അത് വലിയ നേട്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്ത ചരിത്രം ബദറിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഹെഡ്വെയിറ്റ് ഇല്ലാത്ത നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തമ്പടിച്ചുകൊണ്ട് അവിടെ കൂടുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ആ ബദറിന്റെ ദിവസം, ബദറിന്റെ തലേ ദിവസം അവിടെ കുറ്റിയടിച്ച് തമ്പടിച്ചിരിക്കുമ്പോ സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ചെറിയ പന്തൽ കെട്ടിക്കൊടുത്തു. ഇന്ന് ബദറിന്റെ താഴ്വരയിൽ മസ്ജിദുൽ അരീഷ് എന്ന പേരിൽ ഒരു പള്ളിയുണ്ട്. അവിടെ ഈ പന്തലിന്റെ പേരിലാണ് ആ പള്ളി ഉള്ളത്, മസ്ജിദുൽ അരീഷ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറന്നു, സ്വഹാബത്തിനോട് നോമ്പ് തുറക്കാൻ പറഞ്ഞു. പിന്നീട് ഇബാദത്തുകളിലേക്ക് മുഴുകുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീർഘമായ സുജൂദും പ്രാർത്ഥനയുമാണ് ചരിത്രത്തിൽ നമുക്ക് കാണാം. നാളെ നടക്കാനിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് പതാകകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈമാറുകയാണ്. വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ലിവാഉൽ അഅ്ളം മുഹാജിറുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കുന്നു. മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഖസ്റജികളുടെ പതാക മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബാബ് ബിൻ മുൻദിറിനും ഔസ് ഗോത്രത്തിന്റെ പതാക സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുകയാണ്. നിങ്ങളാണ് ഇത് നയിക്കേണ്ടത്. അങ്ങനെ പറ്റിയവരെ ഓരോ രംഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പാട് ചെയ്ത് ഖുറൈശികളുടെ പതാക അബൂ ഉസൈർ ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയും നളർ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെയും ത്വൽഹത്ത് ബിൻ അബി ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കുകയാണ്. അങ്ങനെയെല്ലാം ചട്ടം കെട്ടി ഏർപ്പാടാക്കി ഓരോന്നും ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഇബാദത്തിലേക്ക് മുങ്ങുകയാണ്. റബ്ബിൽ തവക്കുലാക്കി ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ സുജൂദിൽ കടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉത്തരം നൽകിയ സന്ദർഭം ഓർക്കുക. ദീർഘമായ പ്രാർത്ഥനയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയുടെ ഫലമായി ആദ്യം നൽകിയ അനുഗ്രഹം ഒരു നല്ല മഴയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് യുഗശീകുമുൻ നിആസ അമനതം മിൻ. ഇവരുടെ യാത്രാ ക്ഷീണമൊക്കെ മാറിപ്പോയി. നാളെ യുദ്ധത്തിന് നല്ല ധൈര്യവും ഉറച്ചു നിൽക്കാനുള്ള ഉന്മേഷം കിട്ടുമാറ് നന്നായി ഉറങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നല്ല അനുഗ്രഹത്തിന്റെ മഴ ലഭിച്ചു.
വെള്ളം ശേഖരിക്കാൻ, ഹൗദ് കെട്ടാൻ വെള്ളം ശേഖരിക്കാൻ ആ മഴ ഉപയോഗപ്പെട്ടു. മുസ്ലിമീങ്ങൾക്ക് വുളൂ ചെയ്യാനും കുളിക്കാനും കുടിക്കാനും ആ വെള്ളം ഉപയോഗപ്പെട്ടു. നല്ല സുന്ദരമായ ഒരു ഉറക്കം കിട്ടി, ഉന്മേഷം കിട്ടി. അപ്പുറത്തത് ജലദോഷമായി മാറി, അപ്പുറത്തത് വലിയ ഇടങ്ങറുകളായി മാറി മഴ. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ സഹായം നൽകുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ മിന്നാ മിൻ അഹദിൻ ബിതിൽക്കൽ ലൈല, ആ രാത്രിയിൽ ഒരാളുമില്ല ഞങ്ങളിൽ, ഇല്ലാ വഹുവ നായിമുൻ സിവാ റസൂലുള്ളാഹ്, ഞങ്ങൾ എല്ലാവരും ഉറങ്ങി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവല് നിൽക്കുന്ന ആൾ വരെ ഉറങ്ങിപ്പോയി. ഒരാളൊഴികെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഉറങ്ങിയിട്ടില്ല. അഖദ യുസല്ലി തഹ്ത അശ്ശജറ യബ്കി വയതളറഉ ബൈന യദൈ റബ്ബി വയദു ഹത്താ അസ്ബഹ. റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, തേടി 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 നേരം വെളുക്കോളം സുബഹിയാവോളം ഉറങ്ങാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ഇങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിസ്കരിച്ചുകൊണ്ട് സുജൂദിൽ കടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ബദറുൽ കുബ്രായുടെ വിജയത്തിന്റെ രഹസ്യം. ദുആ ആണ് ഏറ്റവും വലിയ ആയുധം. മുവഹിദുകളെ, മുത്തബിഉ സുന്നകളെ, നമുക്കുള്ള വലിയ പാഠം, ഏത് കാര്യവും റബ്ബിനെ ഏൽപ്പിക്കണം, ആത്മാർത്ഥമായി തേടണം, ദുആ ചെയ്യണം. ആ ദുആ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ആ ഇസ്തിഗാസയാണ് അല്ലാഹു സ്വീകരിച്ചത്. കൊച്ചു സംഘങ്ങൾ എത്രയാണ് വലിയ വലിയ സംഘങ്ങളെ ഇല്ലാതെയാക്കിയത്, പരാജയപ്പെടുത്തിയത് എന്ന് ഖുർആൻ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞത്. ഈ കൊച്ചു സംഘത്തിന്റെ പ്രാധാന്യം മുവഹിദുകളാണ് പ്രിയപ്പെട്ടവരെ. മറ്റൊരു പാഠം, അള്ളാഹുവിന്റെ ദീനിൽ നിന്നുകൊണ്ട് അള്ളാഹിനെ സഹായിക്കാൻ ആര് തയ്യാറുണ്ടോ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്ന സന്തോഷ വാർത്തയാണ് ബദറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് സഹായിക്കാൻ തയ്യാറുണ്ടോ, നിങ്ങളെ അള്ളാഹു സഹായിക്കും, നിങ്ങളുടെ കാലുകളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അള്ളാഹു മുത്തഖീങ്ങളുടെ കൂടെയാണ്, അവർ മുഹ്സിനീങ്ങളാണ്, നന്മ ചെയ്യുന്നവരാണ്, അവരുടെ കൂടെയാണ് അള്ളാഹു ഉള്ളത് എന്ന സന്തോഷ വാർത്ത ബദറിന്റെ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ ആ വ്യാഴാഴ്ച കഴിഞ്ഞു, റമദാൻ 16 വ്യാഴാഴ്ച കഴിഞ്ഞു. വെള്ളിയാഴ്ച ബദർ 17, റമദാൻ 17 വെള്ളിയാഴ്ച സുബഹിയാകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഫ് ശരിയാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഫ് ശരിയാക്കുമ്പോഴല്ലേ സവാദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു ചെറിയ തട്ട് കൊടുത്തത്? ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം അങ്ങനെ ഇടതുഭാഗം ഇങ്ങനെ തെറ്റിയാ നിൽക്കണേ, അപ്പൊ ഒന്നിങ്ങനെ നേരെ ശരിയാക്കി നിൽക്കുക. അങ്ങനെ ശരിയാക്കി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി തിരിച്ചിങ്ങനെ വരുമ്പോ വീണ്ടും അങ്ങനെ നിൽക്കണ കണ്ടപ്പോ ഒന്നും കൂടി കണ്ട് തട്ടി. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി എനിക്ക് വേദനിച്ചിട്ടുണ്ട്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാ ശിക്ഷാ നടപടി, അതിന് ഖിസാസ് എടുത്തോ. നബിയെ, ഞാനിങ്ങനെ ഷർട്ടില്ലാതെ നിൽക്കുമ്പോഴല്ലേ, വെറും മേനിയിലല്ലേ നിങ്ങൾ തട്ടിയത്, അതുകൊണ്ട് നിങ്ങളുടെ പൂമേനിയിൽ അതുപോലെ തട്ടണം. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്റെ വസ്ത്രം മാറ്റി കൊടുത്തു. നാഭിയുടെ ഭാഗമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ. എന്നിട്ട് അദ്ദേഹം ചുംബനം ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ നീ എന്നെ അടിക്കാത്തത്? നബിയെ, ഞാൻ എന്നെ അടിച്ചതിന്, എന്നെ വേദനിപ്പിച്ചതിന് മറുപടി തരാനല്ല, ഞങ്ങൾ തിരിച്ചു പോകാൻ വന്നവരല്ല, ഒരു യുദ്ധത്തിന് വരികയല്ലേ. ഇതിൽ ഞാൻ ഷഹീദാവുകയാണെങ്കിൽ എന്റെ തൊലിയും നിങ്ങളുടെ തൊലിയും അവസാനമായി ടച്ച് ചെയ്ത, എന്റെ തൊലി അവസാനമായി ടച്ച് ചെയ്ത് നിങ്ങളോടാവണമെന്ന് എനിക്കൊരാഗ്രഹം. വല്ലാത്ത ഹുബ്ബാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്കൊക്കെ. ആ സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ രംഗം കരഞ്ഞുകൊണ്ടല്ലാതെ നമുക്ക് ഓർക്കാൻ കഴിയുകയില്ല. അങ്ങനെ സ്വഫൊക്കെ ശരിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രു സംഘത്തെ നോക്കി. 1000-ഓളം വരുന്ന പടയാണ്. വെറും 313 ആളുകളെ ഇപ്പുറത്തുള്ളൂ. ചരിത്രം നമ്മൾ മനസ്സിലാക്കി. 2 കുതിരകൾ മാത്രം, സുബൈർ റളിയല്ലാഹു അൻഹു മിഖ്ദാദ് റളിയല്ലാഹു അൻഹുമാണ് അവയെ നയിക്കുന്നത്, ഒന്ന് വലതു ഭാഗത്തും ഒന്ന് ഇടതു ഭാഗത്തും. 70 ഒട്ടകങ്ങൾ മാത്രം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. അപ്പുറത്ത് വലിയ സൈന്യം. തലേ ദിവസം അവരുടെ ഡാൻസ് ആണ്, ഒട്ടകമറുത്ത് കഴിക്കുകയാണ്, നർത്തകിമാരെ കൊണ്ട് ഡാൻസ് ആടിപ്പിക്കുകയാണ്, ലഹരി അടിച്ച് കുതിർത്താടുകയാണ്, അഹങ്കാരത്തിലാണ്, ഹറാമുകളിലാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കടന്ന് പ്രാർത്ഥിച്ച് നേരം വെളുപ്പിച്ചിരിക്കുകയാണ്. ഹക്കും ബാത്തിലും വേറിടാൻ പോവുകയാണ്.
ആ റബ്ബിന്റെ സഹായത്തിന് വേണ്ടി ആ സുബഹിയുടെ നമസ്കാരത്തിന് ശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഫിന് നേതൃത്വം കൊടുത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും ദുആ ചെയ്യുന്നു. സുമ്മസ്തഖ്ബലൽ ഖിബ്ല വമദ്ദ യദൈഹി വയഖൂൽ അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനീ അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ ഫലം തുഅബദ ഫിൽ അർള്. അല്ലാഹുവേ, എന്നോട് നീ പറഞ്ഞ വാഗ്ദാനം എനിക്ക് സത്യപ്പെടുത്തി തരണേ, എന്നോട് ആ വാക്ക് പാലിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ കൊച്ചു സംഘത്തെങ്ങാനും ഈ ബദറിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നീ പരാജയപ്പെടുത്തിയാൽ ആ കൊമ്പന്മാരുടെ അഹങ്കാരിയുടെ വാളിനിരയാക്കിയിട്ട് ഈ പാവപ്പെട്ട കൊച്ചു സംഘത്തെ നീ ഇല്ലായ്മ ചെയ്താൽ, ഞങ്ങൾ മരിച്ചു വീണാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന തൗഹീദിന്റെ ഒരാളും ഈ ഭൂമിയിൽ ഇനി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് റബ്ബേ, ഈ മുവഹിദുകളെ നീ രക്ഷപ്പെടുത്തണം റബ്ബേ. വല്ലാഹി മാ റഅയ്തു മുനാശിദൻ യൻശുദു മഖാല അശദ്ദു മിൻ മുനാശദത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു യൗമ ബദരിൻ. അല്ലാഹുവോട് ഇങ്ങനെ വിറച്ച കൈകളാൽ ഭയങ്കര ദുആ, ഇങ്ങനത്തെ ഒരു ദുആ ബദറിലല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ. അങ്ങനത്തെ ദുആയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. നമ്മുടെ നേതാവിന്റെ ദുആയെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. നമ്മളെന്താ ഏത് കാര്യത്തിലും ആണങ്ങത്തെ നാളെ റബ്ബേ എനിക്ക് നേരൊന്നുമില്ല, നമ്മൾ ദ്വാരക്കണില്ല, നമ്മൾ അള്ളാഹിനോട് മാത്രമേ ദ്വാരക്കാവൂ എന്ന് പറയുന്നവരാണ്, തൗഹീദാണ് പ്രസംഗിക്കുന്നവരാണ്, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മൾ കാര്യങ്ങൾക്ക് വേണ്ടി തേടുന്നില്ല. മല്ലം യസ്അലില്ലാ യഗ്ളബു അലൈഹി. അള്ളാഹുവോട് ദുആ ചെയ്തില്ലെങ്കിൽ അള്ളാഹിന്റെ കോപം ഉണ്ടാകും. നമ്മൾ അള്ളാഹിനോട് തേടിക്കൊണ്ടിരിക്കണം. ചുരുങ്ങിയതൊരു മസ്അല 3 വട്ടെങ്കിലും നമ്മൾ ചോദിക്കണം. നരകമോചനത്തിന് വേണ്ടി, സ്വർഗപ്രവേശനത്തിന് വേണ്ടി റമദാനിന്റെ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ. ചുരുങ്ങിയത് 3 വട്ടത് പറഞ്ഞാൽ നരകം പറയും, എന്നിൽ നിന്ന് ഇവനെ അകറ്റ്, എന്നിൽ നിന്ന് പുറത്താക്ക്, പ്രവേശിപ്പിക്കല്ല. സ്വർഗം പറയും, എന്നിലേക്ക് ഇവനെ പ്രവേശിപ്പിക്ക റബ്ബേ. എന്താ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ? ഒരു ദിവസം 3 വട്ടെങ്കിലും അള്ളാഹുവോട് തേടുക. അതുകൊണ്ട് അശ്രദ്ധകൾ മാറ്റിവെച്ച്, ഗഫലത്തുകൾ മാറ്റിവെച്ച് റബ്ബിനോട് എല്ലാ കാര്യവും ദുആ ചെയ്യുന്നവരായി മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബദറിന്റെ തലേ ദിവസത്തിൽ ദുആ ചെയ്തു. ബദറിന്റെ തുടക്കത്തിൽ അഥവാ ആ വെള്ളിയാഴ്ചയുടെ സുബഹിയുടെ സമയത്തും ധാരാളമായി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ നബി അല്ലാഹ്, കഫാക മുനാശദക റബ്ബുക് ഫഇന്നഹു സയൻജുസ് ലക് മാ വഅദക് ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. മുഹമ്മദ് നബിയെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ലേ, നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, അല്ലാഹു വാഗ്ദാനം പാലിക്കും, നമുക്ക് അല്ലാഹു വിജയം തരും. ഇത് എന്തൊരു ദുആയാണ്! വിശ്വാസം പിടുത്തമിട്ട് കൊടുത്തുവായിരുന്നിട്ട് വിറച്ച് വിറച്ച് തന്റെ തട്ടം വീണു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അപ്പുറത്തെ ടീമിനെ നീ കണ്ടില്ലേ, നമ്മൾ കൊച്ചു സംഘല്ലേ, ഒന്നും കയ്യിലില്ലല്ലോ, ഞാൻ റബ്ബിനോട് തേടുകയാണ് രക്ഷയ്ക്ക് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വഹി കിട്ടി. ദാ അബൂജഹൽ ഇവിടെ വീകും, ഷൈബ ഇവിടെ വീകും, ഉത്ബ ഇവിടെ വീഴും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കുതിരയുമായി ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്ന് നിന്നിട്ട് ആ കടിഞ്ഞാണ് പിടിച്ചിട്ട് പറഞ്ഞു, ദാ എന്റെ കൂടെ ഈ കുതിര, എന്റെ കൂടെ ഇത്ര മലക്കുകളുണ്ട്, അവരുടെ കൂടെ ഒക്കെ പടയുണ്ട്, അള്ളാഹു ഏൽപ്പിച്ച വാളുകളുണ്ട്, അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ സഹായം ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഒരു ബേജാറും വേണ്ട നബിയെ. അബൂജഹൽ ഇവിടെ, ഉത്ബ ഇവിടെ, ഷൈബ ഇവിടെ, ഓരോന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ആദാ മസ്റഉ ഫുലാൻ വഹാദാ മസ്റഉ ഫുലാൻ വഹാദാ മസ്റഉ ഫുലാൻ. ഇത് ഇന്നാലിന്നവൻ വീണ് കിടക്കുന്ന സ്ഥലമാണ്, വരച്ചു കാണിച്ചു കൊടുത്തു ഇങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അന്ന് അത് തന്നെയാണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ശിർ യാ അബൂബക്കർ ഫഖദ് അതാക നസ്റുല്ലാഹ്. അബൂബക്കറെ, സന്തോഷിച്ചോളൂ, അള്ളാഹുവിന്റെ സഹായം എത്തിയിട്ടുണ്ട്. ആദാ ജിബ്രീൽ, ഇതാ ജിബ്രീൽ വന്നിരിക്കുന്നു, തന്റെ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അള്ളാഹിന്റെ സഹായം കിട്ടിയിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭൂമിയിലെ അള്ളാഹുവിന്റെ സൈന്യത്തെ ആകാശത്തിൽ നിന്ന് സൈന്യമിറക്കിക്കൊണ്ട് അള്ളാഹു ഇതാ സഹായിക്കുകയാണ്. അങ്ങനെ അള്ളാഹു സഹായിക്കും എന്ന സന്ദേശം ബദറിൽ നമുക്ക് പഠിക്കാനിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ നേരം പുലർന്ന് യുദ്ധം ആ ബദറിൽ കുബർ അങ്ങനെ ആരംഭിക്കാൻ ഒരുങ്ങാൻ വഹയി കിട്ടി. സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബർ. മുഹമ്മദ് നബിയെ,
നിങ്ങളെ നേരിടാൻ വന്നിട്ടുള്ള ആ സംഘം ഭയപ്പെട്ട് പിന്തിരിഞ്ഞ് പരാജയപ്പെട്ടോടും. അവര് പരാജയപ്പെടും, നിങ്ങൾ ബേജാറാവണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് തന്നെ മുന്നോട്ട് നീങ്ങുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ കൂടെ 1000 മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ മറ്റു 1000 മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇസ്രാഫീലിന്റെ കൂടെ 3000 മലക്കുകൾ ഇറങ്ങുന്നുണ്ട്. മൊത്തം 5000 മലക്കുകൾ. എങ്ങനെയാണ് ഈ മലക്കുകളെ ഇറക്കി കിട്ടിയത്? ദുആ ആണ് പ്രിയപ്പെട്ടവരെ. ഹക്കിന്റെ പാർട്ടിയാണ്. കൊച്ചു സംഘമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല 5000 മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹായിക്കുകയാണ്. ബിസലാസതി അലാഫിൻ മിനൽ മലായികതി മുൻസിലീൻ യുംദുദുകും റബ്ബുകും ബിഖംസതി അലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഖുർആൻ വ്യത്യസ്ത സ്ഥലത്ത് മലക്കുകൾ അവതരിച്ചതിനെ കുറിച്ച് പറയാം. 1000 മലക്കുകൾ, വീണ്ടും 1000 മലക്കുകൾ, തുടരെ തുടരെ ഇറങ്ങുന്നവര്, അടയാളം വെക്കപ്പെട്ടവര്, 3000 മലക്കുകൾ വേറെ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ് കൊടുക്കുന്നു. അവരോട് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഒരു ഭാഗം മലക്കിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഇങ്ങനെ ധൈര്യട്ട് കൊടുക്കാനാണ്. ഒരു ഭാഗം അപ്പുറത്ത് ഇങ്ങനെ പേടിട്ട് കൊടുക്കുകയാണ്. ഒരു ഭാഗം മലക്കുകൾ യുദ്ധം ചെയ്യാൻ, അവരുടെ വിരലുകൾ ഛേദിക്കാനും പെരടികൾ വെട്ടാനും അള്ളാഹു അവരോട് കൽപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം ഇവരുടെ ഈ സഫായി നിന്നിട്ടുള്ള ആ ഒരു ഒരുമ, ആദർശ ഒരുമ. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫാ കഅന്നഹും ബുനിയാനും മർസൂസ്. സൂറത്ത് സഫിലെ 4-ാമത്തെ ആയത്ത്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടായി. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ സഫായി അണിയായി നിന്ന് യുദ്ധം ചെയ്ത ആളുകളെ അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവരുടെ ആ സഫിന്റെ രൂപം പറയുകയാണ്, കഅന്നഹും ബുനിയാനും മർസൂസ്. കല്ലുകൾ ദൃഢമായി വെച്ച് പടുത്തുയർത്തിയ ഒരു മതിൽക്കെട്ട് പോലെ. എന്തൊരു ഉപമയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ആദർശ ബന്ധുക്കൾ തമ്മിലുള്ള ഐക്യവും സ്നേഹവും. അല്ലാഹു അലൽ കുഫാരി റുഹമാഉ ബൈനഹും. കുഫാറുകളോട് ശക്തമായ കഠോരമായി എതിർക്കുന്നവരാണ്, വൈര്യമുള്ളവരാണ് അവർ. റുഹമാഉ ബൈനഹും. സഹാബിമാർ തമ്മിൽ, മുഅ്മിനീങ്ങൾ തമ്മിൽ ഭയങ്കര കാരുണ്യം, കൃപ. വലിയ പാഠമാണ് നമുക്ക്. നമ്മളിൽ പലരും കുഫാറുകളോട്, ശിർക്കിന്റെ അയലുകാരോട് ഭയങ്കര കാരുണ്യം, ആദർശ ബന്ധുക്കളോട് വൈര്യം. അത് നിഫാക്കാണ്, പാടില്ല. ആദർശ ബന്ധുക്കൾ, തൗഹീദിന്റെ, സുന്നത്തിന്റെ ആളുകൾ, പ്രിയപ്പെട്ടവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധത്തിലായിരിക്കണം. ബദറിന്റെ പാഠമാണത്. ആ കെട്ടുറപ്പോടെ നിന്നത്, നേതാവിനെ അനുസരിച്ച് കെട്ടുറപ്പോടെ സഫായി നിന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാതെ ഇഷ്ടപ്പെട്ടു. ബദറിന്റെ രംഗം തുടങ്ങുകയാണ്. എന്റെ സമയം അവസാനിക്കുകയാണ്. വളരെ ചുരുക്കി ഞാൻ പറയാം. തലേ ദിവസം കിട്ടിയ വെള്ളത്തിന്റെ ആ ഹൗദ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ് പൊളിക്കാൻ വേണ്ടി അസ്വദ് അഹങ്കാരത്തോടു കൂടി വരികയാണ്. അതാണ് ബദറിന്റെ തുടക്കം. ഹംസ റളിയല്ലാഹു അൻഹു അതിന്റെ കാവൽക്കാരൻ. ഹംസ പറഞ്ഞു, കളിക്കണ്ട, നമ്മൾ മക്കയിലെ ചങ്ങാതിമാരാണ്, ശരിയാണ്, കൂട്ടുകാരാണ്, ശരിയാണ്, പക്ഷെ ആദർശത്തിൽ നിന്നെ ഞാൻ എതിർക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിനെ തൊടാൻ വന്നാൽ വിടില്ല ഞാൻ. അതുകൊണ്ട് മടങ്ങിച്ചെന്ന് ജീവിക്കാൻ ആഗ്രഹമുള്ളവർ അടുക്കേണ്ടതില്ല. പക്ഷെ ഈ അസ്വദ് അഹങ്കാരത്തോടെ വന്നിട്ട് ഞാൻ ഒന്നുകിൽ അത് പൊളിക്കും, അല്ലെങ്കിൽ അതിന് കുടിക്കും, ഈ രണ്ടും ചെയ്യൂല എന്ന് പറഞ്ഞു. അവൻ കാലുകൊണ്ട് ഇങ്ങോട്ട് തട്ടുമ്പോഴേക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം ചോദിച്ചിട്ട് ഹംസ റളിയല്ലാഹു അൻഹു വെട്ടി. അവനെ ഹൗദിൽ വീണു എന്നാണ്, അവനെ മാറ്റിക്കിടത്തി. ഇമ്മിണി വലിയ അഹങ്കാരത്തോടു കൂടി വന്ന അസ്വദിനെ വളരെ പെട്ടെന്ന് കഥ കഴിച്ചു ഹംസ റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂജഹൽ തന്റെ കുതിരപ്പുറത്ത് ഇങ്ങനെ വന്നിട്ടൊന്നിങ്ങനെ റൗണ്ട് അടിച്ചിട്ട്, ഇനി ആരുണ്ട് നമ്മുടെ മക്കക്കാരിൽ നിന്നുള്ള അഹങ്കാരികളോട് പോരാടാൻ? അസ്വദിന്റെ കഥ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഉത്ബയും ഷൈബയും വലീദും അഹങ്കാരത്തോടെ വന്നു നിൽക്കുന്നത്. ദന്തയുദ്ധമാണ് പിന്നെ ബദറിന്റെ തുടക്കത്തിൽ. ആ ദന്തയുദ്ധത്തിന് വേണ്ടി വന്നു നിന്നപ്പോ അവര് വെല്ലുവിളിച്ചു, വാ മുഹമ്മദേ, നിന്റെ കൂട്ടത്തിൽ ആരാച്ചങ്ങോട്ട് വന്നോട്ടെ. അൻസാറുകളായ 3 ചെറുപ്പക്കാർ വേഗാണ്ട് നിന്നു, ഭയങ്കര ധൈര്യത്തോടു കൂടി. ഒന്ന് ഔഫ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് മുഅവ്വിദ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഇവരെ കണ്ടേക്ക് പുച്ഛിച്ചു, നിങ്ങൾ അൻസാറുകൾ, മദീനക്കാര്, പാവങ്ങൾ,
ഞങ്ങൾ മക്കക്കാരുമായാണ് ഏറ്റുമുട്ടുന്നത്, ഞങ്ങളുടെ വൈര്യം അവരോടാണ്. അതുകൊണ്ട് മക്കക്കാർ, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ, ഞങ്ങളുടെ കുടുംബക്കാർ, ഗോത്രക്കാർ ഒക്കെ മുഹമ്മദിന്റെ കൂട്ടത്തിലുണ്ട്, സത്യത എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയവർ, ഹിജ്റ വന്നവർ. അതുകൊണ്ട് അവരിൽ നിന്ന് ആരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പന്തലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ആ വെല്ലുവിളി ഇങ്ങനെ കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനോട്, മൂത്താപ്പാന്റെ മോന ഉബൈദത്ത് എന്നവരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് നിന്നോളി. അങ്ങനെ ഉത്ബക്ക് മുമ്പിൽ ഉബൈദ റളിയല്ലാഹു അൻഹു നിർത്തി. ഷൈബ, അഹങ്കാരിയായ ഷൈബക്ക് മുമ്പിൽ ഹംസ റളിയല്ലാഹു അൻഹു നിൽക്കാൻ പറഞ്ഞു. വലീദ് ഉത്ബയുടെ മകനാണ്, ചെറുപ്പക്കാരനാ, അലിയെ നീ മതി നിൽക്ക് എന്ന് പറഞ്ഞു. പറ്റിയവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തി. ആ ദ്വന്ദ്വയുദ്ധം ആരംഭിക്കുകയാണ്. ആ ദ്വന്ദ്വയുദ്ധം ആരംഭിക്കുന്നതിനെ കുറിച്ച്, അവർ തമ്മിൽ തർക്കിച്ചതിനെ കുറിച്ച്, നിങ്ങളല്ലടോ മറ്റൊരു വെറ്റടോ എന്നൊക്കെ പറഞ്ഞില്ലേ, ആദാനി ഹസ്മാനി ഇഖ്തസമൂ റബ്ബിഹിം, ശുദ്ധ ഖുർആൻ പറയാണ് റബ്ബിന്റെ കാര്യത്തിൽ തർക്കിച്ച ആ രണ്ട് സംഘം എന്ന്. ആ ദ്വന്ദ്വയുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ തർക്കിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ വെല്ലുവിളിച്ചതിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയ ആളുകൾ ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ഹംസ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ഷൈബയുടെയും വലീദിന്റെയും കഥ വേഗം കഴിച്ചു. അവരിങ്ങനെ വിശ്രമിക്കുകയാണ്. ഉത്ബയും ഉബൈദ റളിയല്ലാഹു അൻഹും തമ്മിലുള്ളത് കുറച്ചിങ്ങനെ ശക്തമായി ഒരേ കടയിൽ പോവുകയാണ്. മുട്ടും തടവും ഒഴിയലും മാറലുമൊക്കെയായി ഇങ്ങനെ പോവുകയാണ്. അവസാനം ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് വെട്ടുകിട്ടി. ഹംസ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്യത്തിലൂടെ അനുവാദം ചോദിച്ച് അങ്ങോട്ട് മാറിയിട്ട് ഈ ഉത്ബയുടെ കഥ കഴിച്ചു. ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് മാറ്റിക്കടത്തി. കാലിൽ നിന്ന് രക്തമൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ബദറിൽ ആദ്യം പരിക്ക് പറ്റുന്നത് ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനാണ്. പക്ഷേ 13 പേരും ആ ബദറിന്റെ രണാങ്കണത്തിൽ ഷഹീദാകുമ്പോ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു വഴിയിൽ മടങ്ങുന്ന വഴിയിലാണ് ഷഹീദാകുന്നത്. വാദി ദഫ്രാ ഞാൻ പറഞ്ഞല്ലോ, യുദ്ധമായി മാറുന്ന ആ ചർച്ചയിൽ എന്ത് ചെയ്യണമെന്ന് മുഷാവറ ചെയ്ത ആ സ്ഥലത്താണ് മഹാനവറുകൾ തിരിച്ചു പോകുമ്പോ ഷഹീദാകുന്നത്. അവിടെയാണ് അദ്ദേഹത്തെ മറമാടുന്നത്. അങ്ങനെ 14 ശുഹദാക്കൾ ഉണ്ടാവുകയാണ്. ആദ്യത്തെ വെട്ട് അദ്ദേഹത്തിന് കിട്ടുന്നു, അദ്ദേഹത്തെ മാറ്റിക്കടത്തുന്നു. അബൂജഹലിന്റെ സിർലുകാളി, അവന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരൊക്കെ പോയി, ഉത്ബ, ഷൈബ, വലീദ്. അങ്ങനെ അവൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് നോക്കണ്ട, ദ്വന്ദ്വയുദ്ധം ഇല്ല, ഒന്നിച്ചിറങ്ങിയിട്ട് ശരിയാക്കി. ആ നിലപാടാണ് എടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയപ്പോ ആ പന്തലിൽ നിന്ന് ഈ സൊഫിലേക്ക് ഇറങ്ങി വന്നിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞു, നിങ്ങളും ഇനി നോക്കി നിൽക്കേണ്ടതില്ല, ഒരുമിച്ചിറങ്ങിക്കോളിൻ. ഖൂമൂ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് നിന്നോളിൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, അല്ലാഹു ആണ് സത്യം, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ശത്രുവിനെ കാണുമ്പോൾ ആവേശത്തോടെ അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെ ധൈര്യത്തോടെ ഏറ്റുമുട്ടുകയും മുന്നിടുകയും പിന്തിരിഞ്ഞു ഓടാതിരിക്കുകയും ചെയ്താൽ സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. ആ സ്വർഗം ഇങ്ങനെ മുമ്പിൽ കണ്ടിട്ടാണ് ഉമൈർ ഇബ്നു അവാം റളിയല്ലാഹു അൻഹു കാരക്ക കഴിച്ചുകൊണ്ടിരിക്കുമ്പോ, ആ സൊഫില് കാരക്ക കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വർഗം എന്നാണ് പറഞ്ഞേക്കന്നെ, എന്നാ പിന്നെ ഇത് കഴിക്കാനുള്ള നേരം ഞാൻ നിൽക്കണില്ല, ഞാനണ്ട് ഇറങ്ങാണ് എന്ന് പറഞ്ഞിട്ട് തയ്യാറായി എന്നാണ്. ആ യുദ്ധക്കളത്തിലെ ആദ്യ ഷഹീദ് ഉമൈർ ഇബ്നു അവാം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ തല ഇങ്ങനെ കടത്തിലിങ്ങനെ പാറിയെന്നാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹമാണ് ആദ്യത്തെ ഷഹീദ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ, സത്യവും അസത്യവും വേർതിരിച്ച ദിവസം, രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ ദിവസം. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ, ബദറിൽ നിങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ട്, നിങ്ങൾ ദുർബലരായിരുന്നു, ആൾബലം കുറവായിരുന്നു, കോപ്പുകൾ കുറവായിരുന്നു. ആ അവസ്ഥയിൽ നിങ്ങളെ നാം ബദറിൽ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആൻ ഈ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ധാരാളം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഇദ് യൂഹി റബ്ബുക ഇലൽ മലായിക അന്നി മഅകും ഫസബ്ബിതുൽ ലദീന ആമനൂ സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ് വദ്രിബൂ ഫൗഖൽ അഅനാഖി വദ്രിബൂ മിൻഹും കുല്ല ബനാൻ. ഞാൻ നേരത്തെ പറഞ്ഞ മലക്കുകളുടെ ആ പണി മലക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക വഹയിന്റെ അടിസ്ഥാനത്തിൽ. അല്ലാഹു പറയുന്നു, വലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും
വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. സാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണെടുത്തിട്ട് എറിഞ്ഞിട്ടുണ്ട് അള്ളാന്റെ കൽപ്പന പ്രകാരം. അത് ശത്രുക്കളെ മുഴുവൻ കണ്ണിലെത്തിയെന്നാണ്. അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തിയപ്പോൾ നിങ്ങളല്ല കൊന്നത്, നാമാണ്. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. നിങ്ങൾ എറിഞ്ഞപ്പോൾ നിങ്ങളല്ല എറിഞ്ഞത്, നാമാണ് എറിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാത്ഭുതം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇബ്ലീസ് അതുവരെ ഇങ്ങനെ കൂട്ടുകാരനായി ഏറ്റവും അടുത്ത നല്ല നസീഹത്ത് കൊടുക്കുന്നവനായി കൊണ്ടുവന്നതാണ്. മലക്കുകളെ കണ്ടപ്പോൾ അവൻ പിന്തിരിഞ്ഞു. ആ സന്ദർഭത്തിൽ അബൂജഹൽ ചോദിക്കുന്നുണ്ട്, എവിടേക്കാ പോണ്? നിങ്ങൾ കാണാത്ത ഞാൻ കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷ കഠിന കഠോരമാണ് എന്ന് പറഞ്ഞു ഓടുകൻ. ആ സമയത്ത് പലരും പിന്തിരിഞ്ഞോടുകൻ. പോർക്കളം ശക്തമായപ്പോൾ അബൂജഹലിനെ വിട്ട് ഓടുന്ന സന്ദർഭത്തിൽ ആ ശത്രു സൈന്യത്തിലെ നായകൻ ചോദിക്കാണ്, എവിടേക്കാങ്ങൾ പോണ? ലാത്തക്ക് വേണ്ടി, ഉസ്സക്ക് വേണ്ടി, മനാത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ നിങ്ങളില്ലേ? ആരില്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് നിൽക്കും എന്ന് പറഞ്ഞിങ്ങനെ ആവേശം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആവേശം ചോർന്നു പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ആവേശമോ അഹദുൻ അഹദ്, അല്ലാഹു അക്ബർ. ഇതായിരിക്കണം നിങ്ങളുടെ ഐഡന്റിറ്റി. ആ നിലക്ക് യുദ്ധം ഇങ്ങനെ ശക്തമായി കൊണ്ടിരിക്കാൻ. അപ്പൊ ഒന്നിച്ചിറങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ഷഹീദാവാൻ പോവല്ലേ, അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ അപ്പുറപ്പുറം ആരാന്നൊന്ന് നോക്കി സൊഫില്. അതുവരെ സൊഫിൽ അപ്പുറപ്പുറം നോക്കിയില്ല എന്നർത്ഥം, നിർത്തിയതുപോലെ നിൽക്കുകയാണ്. ഒരുമിച്ച് ഇറങ്ങിക്കോളി എന്ന് പറഞ്ഞപ്പോ അങ്ങനെ നോക്കുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ചെറുപ്പക്കാര്. ആദ്യം നിന്ന ഔഫും മുഅവ്വിദും. ആ ചെറുപ്പക്കാരിൽ ഒരാള് ഒമസനി ഷാബൻ, എന്നെങ്ങനെ തട്ടൻ കൈകൊണ്ട്. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഹൈന അബാജഹൽ, അബൂജഹലോടൊന്ന് കാണിച്ചു തരും. ഇവർ അൻസാറുകളാണ്, മക്കയിലാണല്ലോ അബൂജഹൽ. അബൂജഹലെ കണ്ടിട്ടില്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത പറയുന്നവനാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കുറച്ച് പ്രായമുള്ള, ഒരുപാട് അനുഭവമുള്ള സ്വഹാബിയാണല്ലോ. ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഞങ്ങൾ വലിയ ആൾക്കാരനെ ഓന്റെ കാര്യത്തിൽ അങ്കലാപ്പിലാണ്. ഓൻ വലിയ തന്ത്രമുള്ളവനാണ്, കിബറുള്ളവനാണ്, ഭയങ്കര ആയോധന കലയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ് അവർ അച്ചടക്കം കൊടുക്കുമ്പോ തോമസനി ഷാബൻ യസാർ. അപ്പൊ അതാ മറ്റേ ഭാഗത്തുനിന്ന് മറ്റൊരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി എന്നെങ്ങനെ തോണ്ടുന്നു. എന്നിട്ട് ചോദിക്കുന്നു, അമ്മി ഐന അബാജഹൽ, അബൂജഹലോടൊന്ന് കാണിച്ചു തരുമോ? അപ്പൊ ആ കുട്ടിക്ക് ഞാൻ ഇങ്ങനെ അച്ചടക്കം കൊടുക്കുകയാണ്. അപ്പൊ ഈ രണ്ടാളും കൂടി ഇങ്ങനെ എന്റെ ചെവിയിലേക്ക് കയറിയിട്ട് പറയാണ്, ഞങ്ങൾ രണ്ടുപേരും അഫ്രാ ബീവിയുടെ രണ്ട് മക്കളാണ്. വാപ്പ വേറെ വേറെ, ഉമ്മ ഒന്നാണ്. ആദ്യ ഭർത്താവിലെ ഒരു കുട്ടിയും രണ്ടാമത്തെ ഭർത്താവിലെ മറ്റൊരു കുട്ടിയും. അവർ തമ്മിൽ ഈ യുദ്ധത്തിൽ വന്നിരിക്കുകയാണ്. ഉമ്മക്ക് ബൈഅത്ത് കൊടുത്തിരിക്കുകയാണ്. ബഹുമാനനായ മുസ്തഫ മദനി മത്തി, എന്റെ സമയം കഴിഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് അവസരം കിട്ടിയാൽ ഞാൻ അവന്റെ കഥ കഴിക്കുമെന്ന്. അപ്പൊ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു മനസ്സിലായി കുട്ടിയുടെ വീര്യം. അപ്പൊ കാണിച്ചു കൊടുത്തതാ ഇന്ന അടയാളമുള്ള ഇന്നവനാണ്. ആ സന്ദർഭത്തിൽ ഇവർ അല്ലാഹു അക്ബർ പറഞ്ഞ് അഹദുൻ അഹദ് പറഞ്ഞ് ആ സഫിൽ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി അബൂജഹലിനെ വെട്ടി. രണ്ടുപേരും വെട്ടി. അതിൽ ഏറ്റവും ചെറിയവനായ ഔഫിന്റെ വെട്ടാണ് കൊണ്ടത് എന്ന് ചരിത്രത്തിൽ കാണാം. രണ്ടാളും ആ വാളിൽ ഇങ്ങനെ ചോരയാക്കിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. നബിയെ, ഞാനാ കൊന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രണ്ടാളും അവിടെ എത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും കിലാഹുമാ ഖത്തല, രണ്ടാളും കൂടിയാ കൊന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം വരുന്നില്ല. വഹി കിട്ടിയിട്ടുണ്ട് അവൻ ഇവിടെ വീഴും എന്നുള്ളത്. പക്ഷെ എത്ര പെട്ടെന്ന് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പോയി നോക്കാൻ പറഞ്ഞു. അത് സത്യമാണെന്ന് പോയി നോക്ക്. അദ്ദേഹം ചെന്ന് നോക്കുമ്പോ ഇങ്ങനെ ഗറുകളുടെ സൗണ്ടില് ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തല വെട്ട് കിട്ടി രക്തം ചീറ്റി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ നെഞ്ചത്ത് കയറിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല ഏതാ ഹക്ക് ഏതാ ബാത്തില് എന്ന്. മക്കയിലെ ആട്ടിടയന്മാരുടെ മകനായ വളരെ നിസ്സാരനായ നീ, ഇമ്മിണി വലിയവനായ ഞാൻ വീണ് കിടക്കുമ്പോഴാണോ അതിജയിക്കാൻ വന്നത് എന്ന് ആ ഗിറുഗിറ് സൗണ്ടിൽ പോലും അഹങ്കാരത്തിനൊരു കുറവില്ല എന്നാണ് ചരിത്രത്തിൽ കാണാം. ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ തലക്ക് ഇങ്ങനെ ചെറിയ ചവിട്ട് കൊടുത്തിട്ട് തന്റെ വാളോട് ഇങ്ങോട്ട് മൂർന്നിട്ട് രണ്ടാക്കിയത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അത് അല്ലാഹ് കൊടുത്തൊരു അവസരമാണ്. മക്കയിൽ വിശുദ്ധ ഖുർആൻ ഭംഗിയായി പാരായണം ചെയ്യുമ്പോ അദ്ദേഹത്തെ വന്ന് പരിക്ക് പറ്റിച്ചു. അദ്ദേഹത്തിന്റെ കാലിന് ചട്ടം കാലാവാൻ കാരണം അബൂജഹൽ പരിക്ക് പറ്റിച്ചതാണ്. ചെവിക്കോട്ടയിട്ടു, ഒരുപാട് ദുൽമുകൾ ചെയ്തിട്ടുണ്ട്.
അവസാനം അബൂജഹൽ ലോകത്ത് വിട പറയുമ്പോ ഇങ്ങനെ ചോദിച്ച് അതിങ്ങോട്ട് അറുത്തു മാറ്റാൻ അദ്ദേഹത്തിന് അള്ളാഹു അവസരം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെന്ന് നിന്നു. ഫിർഔനു ആദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔൻ കിടക്കണണ്ടില്ലേ, നീ എന്നോട് പറഞ്ഞ വാഗ്ദാനം സത്യമായി പുലർത്തി തന്നു റബ്ബേ. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ പറയാൻ. ഇവിടെ നമ്മൾ ആലോചിക്കണം, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന കുട്ടി, ആ സ്വഹാബി ചെറിയ കുട്ടിയെ വലിയ വാളേറ്റ് ബദറിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുട്ടിയാണ് പോയിക്കോന്ന് പറഞ്ഞു. കരഞ്ഞു മടങ്ങാണ്. അപ്പൊ ഉമ്മ ആ കുട്ടിയോട് പറഞ്ഞു, നിനക്ക് വേറെ മേഖലയുണ്ടാകും. ആ കുട്ടി 17 ജുസ് അന്ന് ഹിഫ്ലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിബ്രു ഭാഷ പഠിച്ചു, മറ്റനേകം ഭാഷകൾ പഠിച്ചു, നല്ല മുത്തർജിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നല്ല ട്രാൻസ്ലേറ്റർ ആയിട്ട് അദ്ദേഹം മാറി. ഖുർആൻ എഴുത്തുകാരിൽ പ്രധാനിയാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമ്മമാര് കുട്ടികളെങ്ങനെ ഓരോ മേഖലയിൽ ആദർശ രംഗത്ത് വളർത്തി എന്നുള്ളതാണ്. ഈ അഫ്രാബിയുടെ 2 മക്കള് വലിയ ഷിർക്കിന്റെ കൊമ്പനായ അബൂജഹൽ അള്ളാഹ് ഇവിടുന്ന് ഇല്ലാതാക്കിയത് ഈ 2 കുട്ടികളെ കൊണ്ടാണ്. വലിയ പാഠമാണ് നമുക്ക് കുറെ മക്കളുണ്ട്, ബ്രോസ്റ്റും ഷവായും ഷവർമിയും അങ്ങനെ പല സാധനങ്ങളും കൊടുത്തു നല്ല മക്കളുണ്ട്. എന്ത് ഉപകാരമുള്ളത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ലഘുലേഖ കൊടുക്കാൻ, തൗഹീദിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി, അള്ളാഹിന്റെ മാർഗത്തിലേക്ക് നന്മക്ക് വേണ്ടി ഒരു ലഘുലേഖ വിതരണം ചെയ്യാൻ, അതുപോലെ തന്നെ നന്മകളിൽ കാര്യങ്ങൾ പഠിക്കാൻ, നന്മയുടെ വക്താവാൻ നമ്മുടെ മക്കളെ കിട്ടുന്നില്ലെങ്കിൽ ഈ അഫ്രാബിയിൽ നമുക്ക് പാഠമുണ്ട്. അങ്ങനെ ബദറിന്റെ ചരിത്രത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ബദരീങ്ങൾ ഇവിടെ നമുക്ക് കൈമാറിയ തൗഹീദി ആദർശം, റബ്ബായി അള്ളാഹു മാത്രം, ഇലാഹായി അള്ളാഹു മാത്രം, ഏറ്റവും നല്ല നാമങ്ങളും വിശേഷണങ്ങളുള്ളത് അള്ളാഹ്ക്ക് മാത്രം. അതുകൊണ്ട് വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, അള്ളാഹു നിന്നല്ലാതെ സഹായം ഇല്ല, റബ്ബിന്റെ ആളുകളെ അല്ലാതെ അള്ളാഹു സഹായിക്കുകയില്ല എന്ന ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കേരളക്കരയിൽ ഞാൻ പറഞ്ഞല്ലോ, ബദരീങ്ങളുടെ പേര് പറഞ്ഞ് അനുസ്മരണങ്ങൾ നടത്തുന്ന ആളുകൾ തികച്ചും കുഫറിലും ശിർക്കിലുമാണ്. ആ ആളുകൾക്ക് നന്മയുടെ വാതായനം തുറന്നു കൊടുക്കുന്ന, ഹിദായത്തിന്റെ വാതായനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ദഅവാ രംഗത്തെ സജീവ പ്രവർത്തകരായി മാറാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അർഹതയുള്ളവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മളിൽ വന്നുപോയ പാപങ്ങൾ ഗഫൂറും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിലെ രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.